അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലത്തെ ചായ പലഹാര വിശേഷം അതാണ് ഇപ്പം ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് പൂരി കടലക്കറിയാണ്, അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കറുത്ത കടല അതിവിടെ ഉണ്ട്. പിന്നെ മറ്റ് ചേരുവകളൊക്കെ ഉണ്ട് കറി വയ്ക്കാനുള്ള. ആദ്യം കറി വയ്ക്കാം. ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി അരിഞ്ഞു വയ്ക്കാനുള്ളതാണ്. ഒക്കെ കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്കത് നുറുക്കാം. ഇന്നിപ്പോൾ നമുക്ക് പൂരി കടലക്കറിയാണ്. അപ്പോൾ ഈ കറി ഞങ്ങൾക്ക് 2 നേരത്തിനുള്ളതാണ്, അതായത് ഉച്ചയ്ക്കും കൂടി ഉള്ളതാണ്. രാവിലെ പൂരിക്ക്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എടുക്കും, പിന്നെ രാത്രി പിന്നെ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇന്ന്, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 2 നേരത്തിനുള്ള കറിയാണിത്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. നല്ലപോലെ കുതിർത്തതാണിത്, തലേ ദിവസം തന്നെയൊക്കെ നല്ല വെള്ളത്തിലിട്ട്. അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് ചേർക്കാം. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഉപ്പ്. ഇനി അത് വെള്ളമൊക്കെ ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് തേങ്ങ ചെറിയത് ഒരു 8 വിസിൽ അതിന് ശേഷം അരച്ച് വെച്ചത് നമ്മൾ അതിൽ ചേർക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലിട്ടു. ഇനി വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയ ഉള്ളി വഴറ്റിയിടാം. കടലക്കറി അത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാം. നമുക്ക് മാവ് കുഴച്ച് ഒക്കെ വെച്ചതാണ്. അപ്പം ഇനി അത് പൂരി ഉണ്ടാക്കാം. പൂരിക്ക് കുഴച്ച് വെച്ച മാവ് ഇതാദ്യം കുഴച്ച് വച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉണ്ടയാക്കി ഉരുളയാക്കി എടുക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി എടുക്കാം. നമുക്ക് എണ്ണയൊക്കെ പാർന്നിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി അത് ചുട്ടെടുക്കാം. പൂരി ഒമ്പത് എണ്ണ ഉണ്ട്, 9 പൂരി. ഉളച്ചുവരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി ചായ കഴിക്കായി. അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് 3 എണ്ണം. നല്ല ചൂടോടുകൂടി തന്നെയാണ് കറി. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കറിയൊക്കെ ഒന്ന് കുറുകി മസാലയ്ക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോൻ്റെ നേരെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ വന്നതിൽ നമ്മൾ പ്രേക്ഷകർക്ക് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു ലാംഗ്വേജ് ഓഡിയോ മലയാളം അല്ലാതെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടായിരിക്കും വേറെ. അപ്പോൾ അതെന്താണെന്നില്ല, അത് പുതിയൊരു അപ്ഡേഷൻ വന്നതാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു അപ്ഡേഷനാണ്. അത് വേറെ ഒന്നുമില്ല. നമുക്കെന്താ വെച്ചാൽ ഈ വീഡിയോകൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ ചാനലിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നമുക്ക് പല ഭാഷകളിൽ, അതിപ്പോൾ പ്രത്യേകിച്ച് ഇത് കുറച്ച് സെലക്ട് ചെയ്ത ഭാഷകളുണ്ട്, അത് ഇനിയും കൂടുതൽ ഭാഷകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഷകൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആകുമ്പോൾ വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തുള്ള ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പരിചയമുള്ള ഭാഷയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു മലയാളം വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയിൽ ഇനി വേറൊരു രാജ്യത്തുള്ള ഒരാൾ കാണുകയാണെങ്കിൽ അവർക്കത് ഇംഗ്ലീഷിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന അതേ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു എന്താണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് വെച്ച് കറക്റ്റായിട്ട് ആ വീഡിയോ നമ്മളൊരു വായിച്ചു പോകുമെന്നും വേണ്ട, നേരെ തന്നെ അത് മനസ്സിലാക്കി പോകാൻ പറ്റും. അതിനാണ് അത് നമുക്ക് വേൾഡ് വൈഡ് റീച്ച് കൂട്ടുക എന്നുള്ള ആ ഒരു ഇത് കൂടിയാണ്. അപ്പോൾ അതിന് ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് എനേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ചിലർക്ക് ഇപ്പം സത്യത്തിൽ ഞാൻ പറയുന്നത് മലയാളം തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്ന നല്ലത് ആ ഇംഗ്ലീഷ് പിന്നീട് അത് നമ്മളിപ്പോൾ AI ആണല്ലോ, ഇപ്പോൾ AI സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ലാംഗ്വേജ് കറക്റ്റ് മലയാളം, അതായത് ഓട്ടോമാറ്റിക്കലി അത് ഡബ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ കണ്ടത്. അപ്പോൾ അതിലുള്ള കമന്റിൽ ഞാൻ 1-2 കമന്റുകൾക്ക് മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് വരില്ല. ഇപ്പോൾ മലയാളം തന്നെ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ ഏതെങ്കിലും നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും സാധാരണ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എന്താ പറച്ചാൽ പോലെ അമ്പലങ്ങളതായിരിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ചരിത്രങ്ങൾ ഉറങ്ങുക അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ 3000 വർഷം പഴക്കം ഉള്ള ചരിത്രം അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ തന്നെ പറയുന്ന വീഡിയോസ് ഉണ്ടല്ലേ, അതിൽ തന്നെ അമ്മ പഴയ കാലത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ മലയാളത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത് നേരെ ഇംഗ്ലീഷിൽ ഇപ്പൊ വേറെ രാജ്യത്തുള്ള ആളുകൾ കാണുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ ഇത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണ് പറഞ്ഞത് ആ ചരിത്രം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇതിൽ എന്താണോ പറഞ്ഞത് എന്നുള്ളത്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അവർ കൃത്യമായിട്ട് എല്ലാവർക്കും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഗുണം അതിനുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പൊ പെട്ടെന്ന് വരുമ്പോൾ അത് ഈ പറയുന്നത് ഇംഗ്ലീഷ്, ഇപ്പൊ നമുക്കിപ്പോ അത് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം. അങ്ങനെ മലയാളത്തിൽ നമ്മൾ മലയാളം പിന്നെ സംസാരിക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അപ്പൊ എന്താ വെച്ചാൽ അത് അങ്ങനെ അത് ഇനി ഏത് ചാനലത്തെ ആണെങ്കിലും വരുമ്പോൾ അത് ചെയ്യാനുള്ളൊരു മാർഗം ഇപ്പൊ ഇത് നമുക്ക് ഇപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ പിന്നെ സാധാരണ പോലെ തന്നെയാണ് വരിക. പക്ഷെ അതല്ലാതെ നമുക്ക് കാണുന്ന ആൾക്ക് അതിന് പിന്നെ അങ്ങനെ വന്നാൽ ഈ ചാനലത്തെ കാര്യമല്ല പറഞ്ഞാൽ ഏത് ചാനലാണെങ്കിൽ അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ സാധാരണ വീഡിയോന്റെ ഇപ്പോ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞാൽ വീഡിയോന്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ വലത്തെ സൈഡിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ ആ സെറ്റിങ്സിൽ ക്വാളിറ്റി, പ്ലേബാക്ക് സ്പീഡ്, ക്യാപ്ഷൻസ്, ലോക്ക് സ്ക്രീൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരും ഓഡിയോ ട്രാക്ക് ഉണ്ടാവും. അപ്പൊ ആ ഓഡിയോയിൽ ഒറിജിനൽ ലാംഗ്വേജ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇംഗ്ലീഷിൽ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഒറിജിനൽ ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ അപ്പൊ ആ മലയാളം എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് കിട്ടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ കാണാം. പക്ഷെ ഇതിങ്ങനെ ഒരുപാട് പല ഭാഷ ലാംഗ്വേജ് ആഡ് ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ അതാത് ഭാഗത്തുള്ളവർക്ക് അത് ആ ലാംഗ്വേജ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫീച്ചറാണത്.
പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അത് ഡിസേബിൾ ചെയ്യുന്നു എനേബിൾ ചെയ്യുന്നൊക്കെ ഈ ക്രിയേറ്റർക്ക്. ഇപ്പൊ നമ്മളെ ഈ ചാനലാണ് ഇപ്പൊ എനിക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. കാണുന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞത്, ഈ അതിൽ കാണുന്ന സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം ഏതാണ് ഒറിജിനൽ ലാംഗ്വേജ് വന്നത്. ആ ഒറിജിനൽ ലാംഗ്വേജ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് അങ്ങനെ പോകും. അപ്പൊ അതിൽ കാണാം. അപ്പൊ അല്ലാതെ അത് നമ്മൾ പിന്നെ ഒറിജിനൽ ലാംഗ്വേജ് മലയാളം തന്നെയാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അതുപോലെ തന്നെ വരും. അല്ലാതെ അത് പെട്ടെന്ന് എന്താണ് ഇപ്പൊ ഇംഗ്ലീഷിൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട. ഇനിയിപ്പോ വരികയാണെങ്കിലും ഏത് വീഡിയോയിലാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണിപ്പോ അത് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.